90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. നമസ്കാരം, ഞാൻ പി ജെയിംസ്. വേൾഡ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേര വിട്ടുപോകാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. അരിസോണ, ജോർജിയ സംസ്ഥാനങ്ങൾ കൂടി വിജയിച്ചതോടെ ജോ ബൈഡന്റെയും നിയുക്ത വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെയും തിളക്കം കൂടി. ബൈഡന്റെ വിജയത്തെ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം അംഗീകരിക്കാൻ മടിച്ചെങ്കിലും ചൈന ഒടുവിൽ അതിന് തയ്യാറായി. ട്രംപിന്റെ കൂട്ടാളി എന്ന ആക്ഷേപം കേട്ട റഷ്യയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇനിയും അമേരിക്കൻ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടില്ല. ഭരണ കൈമാറ്റ പ്രക്രിയ ആരംഭിക്കാൻ ട്രംപ് വഴങ്ങാത്തത് ദേശീയ സുരക്ഷയ്ക്കും കൊറോണ വ്യാപനം തടയാനും ഭീഷണിയാവുമെന്ന് അമേരിക്കയിലെ പ്രമുഖരെല്ലാം ഒന്നടങ്കം പറയുന്നു. ആര് ഭരിക്കുമെന്നത് കാലം നിശ്ചയിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാത്തവരെ പുറത്താക്കിയും ഭീഷണിപ്പെടുത്തിയും അമേരിക്കൻ ജനാധിപത്യ ക്രമങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി മാർക്ക് എസ്പെറെ പുറത്താക്കിയാണ് ട്രംപ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. ട്രംപ് തന്നെ വീണ്ടും ഭരിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയെ കൊണ്ട് പറയിപ്പിച്ചു. എന്നാൽ ട്രംപിനെതിരെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാരായ റിപ്പബ്ലിക്കന്മാരും തിരിഞ്ഞു തുടങ്ങി. ജോ ബൈഡനുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ് ഇന്ത്യയും ഏഷ്യൻ രാജ്യങ്ങളും. ചൈന ഇന്ത്യയുമായി അനുരഞ്ജനത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നതും പാകിസ്ഥാൻ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടിയതും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യാഘാതമാണെന്ന വിലയിരുത്തലുമുണ്ട്. അഫ്ഗാൻ ഇറാഖ് യുദ്ധത്തിന്റെയൊക്കെ പേരിൽ അന്നത്തെ പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ അമേരിക്ക ലോകത്ത് ഒറ്റപ്പെട്ടപ്പോഴാണ് ബറാക് ഒബാമ ചരിത്രം സൃഷ്ടിച്ച് അമേരിക്കൻ പ്രസിഡന്റായി 2008 ലോകക്രമത്തിൽ അമേരിക്കയുടെ നേതൃസ്ഥാനം വീണ്ടെടുക്കാൻ ബറാക് ഒബാമയ്ക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു. അതിനിടയിൽ ചെറുതും വലുതുമായി ഒബാമ 7 യുദ്ധങ്ങൾ നടത്തിയെങ്കിലും ലോകരാഷ്ട്രീയത്തിൽ ഒബാമയ്ക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയില്ല. പാകിസ്ഥാനിൽ നിന്ന് ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിക്കുകയും ചെയ്തു. ഒരു യുദ്ധം പോലും നടത്താതെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈവിട്ട നിലപാടുകൾ കൊണ്ട് അമേരിക്കയിലും പുറത്തും തിരിച്ചടിയുണ്ടായി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് തത്വത്തിൽ ഒറ്റപ്പെട്ടുപോയ രാജ്യത്തെ ലോകക്രമത്തിൽ മുൻപിൽ കൊണ്ടുവരിക എന്ന ചരിത്ര ദൗത്യമാണ് പുതിയ പ്രസിഡന്റ് ജോ ബൈഡന് കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ പരാജയം സമ്മതിക്കാതെ വൈറ്റ് ഹൌസിലിരുന്ന് തന്ത്രം മെനയുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന ആക്ഷേപവുമായി ഡെമോക്രാറ്റുകൾ രംഗത്തിറങ്ങി. ഇത് പ്രസിഡന്റ് പദവിക്ക് തന്നെ നാണക്കേടെന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം ഇന്നലെയാണ് ആദ്യമായി ഡൊണാൾഡ് ട്രംപ് പരസ്യമായ പ്രതികരണത്തിന് മുതിർന്നത്. അമേരിക്കയിൽ കൊറോണ വൈറസ് വീണ്ടും ആളിപ്പടരുമ്പോഴും തന്റെ ഭരണകൂടം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ താൻ പടിയിറങ്ങേണ്ടി വന്നേക്കാം എന്ന പരോക്ഷമായ സൂചന ട്രംപ് നൽകി. അധികാരത്തിൽ ആരു വരുമെന്ന് ആർക്കറിയാം, സമയം അത് തീരുമാനിക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ട്രംപ് പരാജയം സമ്മതിക്കാത്തത് ഭരണമാറ്റ പ്രക്രിയയെ സ്തംഭനത്തിലാക്കിയെന്നാണ് അമേരിക്കയിലെ ഭരണഘടനാ വിദഗ്ധരുടെ നിഗമനം. ട്രംപ് നിയമിച്ച ജനറൽ അഡ്മിനിസ്ട്രേഷൻ സർവീസിന്റെ തലപ്പത്തിരിക്കുന്ന എമിലി മർഫിയാണ് ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്. എന്നാൽ ട്രംപിന്റെ ഇംഗിതമനുസരിച്ച് അവർ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ്. നിയുക്ത പ്രസിഡന്റിന് രാജ്യത്തെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറണം എന്നാണ് ചട്ടം. നിലവിലുള്ള പ്രസിഡന്റിന് പുറമെയാണിത്. എന്നാൽ ജോ ബൈഡന് ഈ രഹസ്യ വിവരങ്ങൾ കൈമാറാൻ ട്രംപ് അനുമതി നൽകിയിട്ടില്ല. അമേരിക്കയുടെ സമീപകാല ചരിത്രത്തിൽ ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. രഹസ്യ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിക്കുന്നത് ദേശീയ സുരക്ഷയെയും കൊറോണ വൈറസ് വ്യാപനം തടയാനുള്ള ശ്രമങ്ങളെയും അപകടകരമായി ബാധിക്കുമെന്നാണ് ഇരുപക്ഷത്തുമുള്ള ഭരണവിദഗ്ധർ പറയുന്നത്. ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കണമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നിരവധി കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് W. ബുഷ് തന്നെ ജോ ബൈഡനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇതിനൊന്നും ചെവി കൊടുക്കാൻ ട്രംപ് തയ്യാറല്ല.
ട്രംപിന്റെ രോഷം വിളിച്ചു വരുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന മറ്റുള്ളവർ തയ്യാറാവുന്നുമില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത ട്രംപിന് തോറ്റു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനാവുന്നില്ല എന്നാണ് അടുപ്പക്കാരും ബന്ധുക്കളും പറയുന്നത്. നിരാശനായ ട്രംപ് വൈറ്റ് ഹൌസിലിരുന്ന് പുകയുകയാണ്. ട്രംപിനെയും യാഥാസ്ഥിതികരായ റിപ്പബ്ലിക്കന്മാരെയും കൈവിട്ട് പിന്തുണച്ചിരുന്ന അമേരിക്കയിലെ ജനകീയ ചാനൽ ഫോക്സ് ന്യൂസ് നിലപാട് മാറ്റിയത് തെല്ലൊന്നുമല്ല ട്രംപിനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. ഇതാദ്യമായി ഫോക്സ് ന്യൂസിനെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ട ട്രംപ് പുതിയ ഡിജിറ്റൽ മാധ്യമവും ടെലിവിഷൻ ചാനലുമൊക്കെ തുടങ്ങുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറെ ട്രംപ് പുറത്താക്കിയത് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്താണ്. ട്രംപ് പറഞ്ഞത് ചെയ്തില്ല എന്നതുതന്നെ കുറ്റം. ഇതോടെ മറ്റു മന്ത്രിപ്രമുഖർ മൗനത്തിലായി. ഭരണത്തിന്റെ നിയന്ത്രണം നടത്തുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഉടൻ ട്രംപിനായി രംഗത്തു വന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന പോംപിയോയുടെ പ്രഖ്യാപനം അമേരിക്കൻ ജനതയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചു. തോറ്റയാൾ എങ്ങനെ ജയിക്കുമെന്ന് പോംപിയോ പറഞ്ഞില്ല. US അറ്റോർണി ജനറൽ വില്യം ബാർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ ട്രംപ് കേസുകൊടുത്ത കോടതികളൊന്നും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടില്ല. തന്റെ വക്കീലന്മാരുടെ കെടുകാര്യസ്ഥതയെ കുറ്റപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ തന്റെ വിശ്വസ്തനായ ന്യൂയോർക്ക് മുൻ ഗവർണർ മൂഡി ജൂലിയാനിയെ കേസുകെട്ടുകളെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യൻ ഏജന്റുമാരുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിടുന്ന റിപ്പബ്ലിക്കൻ നേതാവ് കൂടിയാണ് ജൂലിയാനി. പിതാവിന്റെ ട്രംപ് അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ച് ചലച്ചിത്രകാരിയായ ജൂലിയാനിയുടെ മകൾ ജോ ബൈഡന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നു. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചത് 306 ഇലക്ട്രൽ വോട്ട് നേടിയാണ്. ഹിലരി ക്ലിന്റൺ ലഭിച്ചത് 232 ഇലക്ട്രൽ വോട്ടും. എന്നാൽ ജനകീയ വോട്ടുകൾ 30 ലക്ഷം ഹില്ലരിക്ക് കൂടുതൽ ലഭിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അന്ന് താൻ തകർപ്പൻ വിജയം നേടിയെന്നാണ് ട്രംപ് ആവർത്തിച്ചവകാശപ്പെട്ടത്. എന്നാൽ ഇത്തവണ ജോ ബൈഡന് 306 ഇലക്ട്രൽ വോട്ടുകളും ട്രംപിനേക്കാൾ 53 ലക്ഷം ജനകീയ വോട്ടുകളും ലഭിച്ചിട്ടും ട്രംപ് അംഗീകരിക്കുന്നില്ല. താൻ ജയിച്ചാൽ തകർപ്പൻ വിജയവും അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ എതിരാളികൾ ജയിച്ചാൽ ക്രമക്കേടുമാകുന്നത് എങ്ങനെയെന്നാണ് ചോദ്യമുയർന്നിരിക്കുന്നത്. അനുയായികളെ തെരുവിലിറക്കി ആഭ്യന്തര കലാപത്തിന് ട്രംപ് ശ്രമിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. 2021 ജനുവരി 20-നാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കേണ്ടത്. അതിനുള്ളിൽ ഭരണമാറ്റം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചപ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ അനായാസമായ ഭരണമാറ്റത്തിന് വഴിയൊരുക്കി. ഒബാമ ട്രംപിനെ വൈറ്റ് ഹൌസിൽ ക്ഷണിച്ച് ഉടൻ സ്വീകരിച്ചു. ഒബാമ ജയിച്ചു വന്നപ്പോഴും ജോർജ് ബുഷും അമേരിക്കൻ കീഴ്വഴക്കം തന്നെയാണ് പിന്തുടർന്നത്. എന്നാൽ ഇതൊന്നും ട്രംപിന് ബാധകമല്ല. ട്രംപിന്റെ കലാപങ്ങളിലൊന്നും കൂസാതെ ഭരണമേറ്റെടുക്കാനുള്ള നടപടികളുമായി ജോ ബൈഡനും കമലാ ഹാരിസും മുന്നോട്ടു പോവുകയാണ്. ജോ ബൈഡൻ ലോക നേതാക്കളെയെല്ലാം നേരിട്ട് വിളിച്ച് സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തുക്കളായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അടക്കമുള്ള നേതാക്കൾ ജോ ബൈഡന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാനും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള യാത്ര ട്രംപ് തടഞ്ഞിരുന്നു. അത് പുനഃസ്ഥാപിക്കുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പടർന്നു പിടിക്കുന്ന കോവിഡിനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രമുഖ ശാസ്ത്രജ്ഞരടങ്ങിയ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള പാരീസ് ഉടമ്പടിയിൽ പുനഃപ്രവേശിക്കാനും ട്രംപ് റദ്ദാക്കിയ ലോകാരോഗ്യ സംഘടനയിലെ അംഗത്വം പുനഃസ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. വോട്ടെണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ കൂടി വിജയിച്ചതോടെ ബൈഡന് തിളക്കം കൂടി. അമേരിക്കൻ പ്രസിഡന്റ് കസേര ഉറപ്പിക്കാൻ ജോ ബൈഡന് ജോർജിയ, അരിസോണ സംസ്ഥാനങ്ങളിലെ വിജയം ആവശ്യമായിരുന്നില്ല. എന്നാൽ റിപ്പബ്ലിക്കൻ ശക്തി കേന്ദ്രങ്ങളായ ഈ 2 സംസ്ഥാനങ്ങളിലും വിജയക്കൊടി പാറിച്ചതോടെ അജയ്യനായി ജോ ബൈഡൻ. റീകൗണ്ടിംഗ് നടത്തിയതുകൊണ്ടാണ് ജോർജിയയിൽ ഫലം വരാൻ വൈകിയത്. അരിസോണയിൽ ബൈഡന് ഭൂരിപക്ഷമുണ്ടായിരുന്നുവെങ്കിലും തപാൽ വോട്ടുകൾ എണ്ണാൻ വൈകി. 50 സംസ്ഥാനങ്ങളിലെയും ഫലം പുറത്തുവന്നതോടെ 7,80,00,000 വോട്ട് നേടി സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ. 538 ഇലക്ട്രൽ വോട്ടുകളിൽ 306 ഇലക്ട്രൽ വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷം ഉറപ്പാക്കുകയും ചെയ്തു. 7,27,00,000 വോട്ട് നേടി ബൈഡനു പിന്നാലെ രണ്ടാമത്തെ വോട്ട് നേടുന്ന അമേരിക്കൻ ചരിത്രത്തിലെ സ്ഥാനാർത്ഥിയായി ട്രംപ് മാറിയതാണ് ഏക ആശ്വാസം. ഒരുപക്ഷെ ഈ പിന്തുണ കണ്ടാവാം തെരഞ്ഞെടുപ്പിൽ തോൽവി സമ്മതിക്കാതെ ട്രംപ് പുതിയ തന്ത്രങ്ങൾ എടുത്തു പയറ്റുന്നത്. എന്നാൽ 232 ഇലക്ട്രൽ വോട്ടുകൾ മാത്രമേ ട്രംപിന് ലഭിച്ചിട്ടുള്ളൂ.
ജയിക്കാൻ വേണ്ടത് 270 ഇലക്ട്രൽ വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ട്രംപിന് ഇനി ഒരു മാർഗവും അവശേഷിക്കുന്നില്ല. സുപ്രീം കോടതിയെ ഇടപെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും വോട്ടിംഗിൽ ക്രമക്കേടില്ലെന്ന് തീർത്തു പറയുമ്പോൾ കോടതിക്ക് എങ്ങനെ ഇടപെടാനാകും? ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ ഡൊണാൾഡ് ട്രംപ് ക്യാമ്പിന് കഴിഞ്ഞിട്ടില്ല താനും. ജോ ബൈഡനെ നിയുക്ത പ്രസിഡന്റായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു നിന്ന ചൈനയുടെ മനംമാറ്റം ശ്രദ്ധേയമാണ്. ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ഒഴികെ ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ജോ ബൈഡനെ അടുത്ത അമേരിക്കൻ പ്രസിഡന്റായി അംഗീകരിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോഴും മൗനത്തിലാണ്. ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യ ഇടപെട്ടുവെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഡെമോക്രാറ്റുകളും കുറ്റപ്പെടുത്തിയത് റഷ്യയ്ക്ക് ഒട്ടും സഹിച്ചിട്ടില്ല. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹില്ലരി ക്ലിന്റനെ തോൽപ്പിച്ച് ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യ ഇടപെട്ടു എന്ന നിഗമനം രഹസ്യാന്വേഷണ ഏജൻസികൾ പലതും ശരിവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടെത്തിയ ഏജൻസികളുടെ തലപ്പത്തുള്ളവരെ ട്രംപ് തന്നെ നേരിട്ടിടപെട്ട് മാറ്റുകയും ചെയ്തു. പ്രസിഡന്റ് പുടിന്റെ കളിപ്പാവയാണ് ട്രംപ് എന്ന ആക്ഷേപവും റഷ്യയെ അസ്വസ്ഥമാക്കിയിരുന്നു. സ്വാഭാവികമായും ജോ ബൈഡനും റഷ്യയും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമാവാൻ വഴിയില്ലെന്ന് ചുരുക്കം. റഷ്യയോടുള്ള ട്രംപിന്റെ മൃദു സമീപനത്തിൽ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അസ്വസ്ഥരായിരുന്നു. യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം ട്രംപ് വെട്ടിക്കുറച്ചത് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലെ രോഷാകുലയാക്കിയിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബൈഡൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതോടെ റഷ്യ വീണ്ടും അമേരിക്കയുമായി അകലും. റഷ്യയും അമേരിക്കയുമായി ഒരുപോലെ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് പുതിയ സംഭവവികാസങ്ങൾ തലവേദന സൃഷ്ടിച്ചേക്കാം. ഇപ്പോൾ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യ യുദ്ധവിമാനങ്ങളും യുദ്ധോപകരണങ്ങളും ഒരുപോലെ വാങ്ങുന്നുണ്ട്. ദീർഘകാല ബന്ധം വെച്ച് യുദ്ധവിമാനങ്ങൾ ഏറെയും റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് നീരസമുണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയെ പിണക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാവുമായിരുന്നില്ല. ഡൊണാൾഡ് ട്രംപിന് 2 നിലപാടുകളായിരുന്നു. ചൈനയ്ക്കെതിരെ ഇന്ത്യയെ പിന്തുണച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ വായു മലിനീകരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ഇന്ത്യയെ പരിഹസിച്ചു. കൊറോണ വൈറസിന്റെ കണക്കുകൾ ഒളിച്ചുവെച്ചെന്നും കുറ്റപ്പെടുത്തി. എന്നാൽ ഈ രീതിയിലല്ല സുഹൃത്തുക്കളോട് സംസാരിക്കേണ്ടതെന്ന് ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശത്തിൽ ജോ ബൈഡൻ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ 1972 അന്നത്തെ ചൈനീസ് ചെയർമാൻ മാവോ സെത്തുങ്ങുമായി നടത്തിയ ഐതിഹാസിക കൂടിക്കാഴ്ചയിൽ ഉണ്ടാക്കിയ അമേരിക്ക ചൈന ബന്ധം പൊളിച്ചെഴുതിയതാണ് ഡൊണാൾഡ് ട്രംപിന്റെ സംഭാവന. പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പാകിസ്ഥാന് നൽകിയ പിന്തുണ നൽകാൻ ട്രംപ് തയ്യാറായതുമില്ല. രാഷ്ട്രീയമായി ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും നിലപാടെടുത്തതാണ് ട്രംപ് ഇന്ത്യയ്ക്കായി നൽകിയ നേട്ടം. യുദ്ധങ്ങളെ പൊതുവെ അനുകൂലിക്കാത്ത നേതാവാണ് ജോ ബൈഡൻ. അതുകൊണ്ടാണല്ലോ ജോർജ് ബുഷ് ഇറാഖ് യുദ്ധത്തിന് തയ്യാറായപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെ എതിർത്തു നിന്നത്. ബൈഡന്റെ നിലപാട് ശരിയായിരുന്നുവെന്ന് പിന്നീട് അമേരിക്ക അംഗീകരിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കയിൽ 1,85,000 പേർക്ക് കൊറോണ ബാധിച്ചു. എന്നാൽ അമേരിക്കയിലെ ഫൈസർ കമ്പനിയും ജർമ്മൻ മരുന്ന് നിർമ്മാതാക്കളായ ബയോൺടെക്കും കോവിഡ് വാക്സിൻ പരീക്ഷണ വിജയത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായി. തെരഞ്ഞെടുപ്പിന് മുൻപേ മരുന്ന് കമ്പനികൾ വാക്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് തന്നെ തോൽപ്പിക്കാനാണ് എന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. ഡൊണാൾഡ് ട്രംപിനെതിരെ വോട്ട് ചെയ്തു എന്ന പേരിൽ ന്യൂയോർക്ക് സംസ്ഥാനത്തുള്ളവർക്ക് കോവിഡ് ചികിത്സയ്ക്കുള്ള മരുന്ന് എത്തിക്കുന്നില്ലെന്ന് ആക്ഷേപവും ഉയർന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കറുത്ത വംശജരുടെ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ US പോലീസിന്റെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. പോലീസിനെ നിയന്ത്രിക്കാൻ പുതിയ കമ്മീഷൻ നിലവിൽ വരും. അമേരിക്കയുടെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസ് ജയിച്ചുവെന്നത് അമേരിക്കയിലെ സ്ത്രീകൾക്കിടയിൽ വലിയ തരംഗമായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കമലാ ഹാരിസും അവരുടെ കുടുംബ പശ്ചാത്തലവും ഏറെ ചർച്ചാവിഷയമാണ്. അമേരിക്കൻ കോൺഗ്രസിൽ വനിതകളുടെ പ്രാതിനിധ്യം കൂടിയതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ സെനറ്റിലും ജനപ്രതിനിധി സഭയിലുമായി ഇത്തവണ 135 വനിതകൾ വിജയം കണ്ടെത്തി. ഇതിൽ 103 പേർ ഡെമോക്രാറ്റുകളും 32 പേർ റിപ്പബ്ലിക്കന്മാരുമാണ്. 535 അംഗ കോൺഗ്രസിൽ വനിതകളുടെ സംഖ്യ 25% വരും. കഴിഞ്ഞതിനേക്കാൾ 2% വർധനയാണിത്. ജനപ്രതിനിധി സഭയിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം. എന്നാൽ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ സെനറ്റിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. 100 അംഗ സെനറ്റിൽ 50 സീറ്റുമായി റിപ്പബ്ലിക്കന്മാരാണ് മുന്നിൽ. ഡെമോക്രാറ്റുകൾക്ക് 48 സീറ്റുകളാണ് ഉള്ളത്. ജോർജിയയിലെ 2 സീറ്റുകളിൽ അടുത്ത ജനുവരിയിലാണ് തെരഞ്ഞെടുപ്പ്. അവിടെ ഡെമോക്രാറ്റുകൾ വിജയിച്ചാൽ 50-50 എന്ന തുല്യനിലയാവും. അങ്ങനെ വന്നാൽ വൈസ് പ്രസിഡന്റ്
കമലാ ഹാരിസിന് കാസ്റ്റിംഗ് വോട്ടുണ്ടാകും. ഡെമോക്രാറ്റുകൾക്ക് ആധിപത്യം നിലനിർത്താം. എന്നാൽ റിപ്പബ്ലിക്കന്മാർ ജയിച്ചാൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ജോ ബൈഡന് സുപ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണ തേടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ രീതികൾക്ക് വിപരീതമായി സെനറ്റിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടേ ബൈഡനും കമലാ ഹാരിസിനും മുന്നോട്ടു പോകാനാകും.